അങ്ങനെ ആദർശിന്റെ വിവരമെല്ലാം അറിഞ്ഞതോടുകൂടി തന്നെ അനാമികയും വേണുവൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവർ നേരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം രേവതിയോട് കാര്യം പറയും. രേവതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദർശ് MD സ്ഥാനം രാജിവെച്ചു എന്നറിഞ്ഞതോടുകൂടി തന്നെ രേവതി ഒരു ഷോക്കിലായിരിക്കും. ആദർശ് ആ കസേര ഒഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ അനാമികക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യമാണോ അമ്മേ? ആദർശേട്ടൻ രാജിവെച്ചോ? ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആർക്കോ അവിടെ നല്ല പണി കിട്ടിയിട്ടുണ്ട്, അനാമിക പറഞ്ഞു. വേണു അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, അനന്തപുരിയുടെ അഹങ്കാരമൊക്കെ ഇനി തീരാൻ പോവാണ്. മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലാണെന്നും അഭി പറഞ്ഞതൊക്കെ സത്യമാണെന്നും അവർ ഉറപ്പിച്ചു. രേവതിക്കപ്പോൾ വലിയ ആശ്വാസം തോന്നി. അവർ അത്രക്ക് അനുഭവിച്ചേ പറ്റൂ. നമ്മുടെ മോളെ അവർ എത്രത്തോളം കരയിപ്പിച്ചതാണ്, അതിൻ്റെയൊക്കെ ഫലം അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇനി അവർ തകർന്ന് തരിപ്പവണമാവുന്നത് കാണാമെന്ന് പറയാണ് രേവതി. രേവതി ശാപവാക്കുകൾ പോലെയാണ് സംസാരിക്കുന്നത്. എന്നാൽ വേണുവിന് ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. കോടതിയിൽ കിടക്കുന്ന ഡിവോഴ്സ് കേസിന്റെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കമ്പനി തകരുന്നതിന് മുൻപ് കിട്ടാവുന്ന കോമ്പൻസേഷൻ എത്രയും വേഗം തന്നെ വാങ്ങിച്ചെടുക്കണം. ഇനി മിക്കവാറും അനിയായിരിക്കും അവിടുത്തെ MD എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നടക്കുമോ എന്ന് രേവതി സംശയിച്ചപ്പോൾ പിന്നെ നടക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരുമെന്ന് വേണു ഉറപ്പിച്ചു. പക്ഷേ അനാമിക കുറച്ചുകൂടി പ്രായോഗികമായിട്ടാണ് ചിന്തിക്കുന്നത്. അത്ര വലിയ മനക്കോട്ടയൊന്നും കെട്ടേണ്ടച്ച. മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർമ്മയില്ലേ? ഇനി എന്തും സൂക്ഷിച്ചൊക്കെ മതി, അവൾ ഓർമ്മിപ്പിച്ചു. അതേസമയം നന്ദു അനിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാണ്. എടാ, ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചു എന്ന് കേട്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ നിന്നോട് ആര് പറഞ്ഞു എന്ന് തിരിച്ചു ചോദിക്കാണ് അനി. നയനേച്ചിയെ വിളിച്ചപ്പോഴാണ് വിവരം പറഞ്ഞത് എന്ന് നന്ദു പറഞ്ഞു. അനിയാണെങ്കിൽ വലിയ വിഷമത്തിലായിരുന്നു. താൻ ഇപ്പോൾ ഒരു യാത്രയിലാണെന്നും വീട്ടിലേക്ക് പോയിട്ടൊന്നുമില്ല എന്നും അവൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ച ഇനി എന്തായിരിക്കും അനി? നന്ദു ചോദിച്ചപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും കഴിവുള്ളവൻ ആദർശേട്ടനാണെന്നും അദ്ദേഹം മാറിയാൽ കമ്പനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നും അറിയില്ല എന്ന് അനി മറുപടി നൽകി. അനി അടുത്ത MD ആകുമെന്ന് നന്ദു സൂചിപ്പിച്ചപ്പോൾ ഞാനോ? നീ എന്തൊക്കെയാ നന്ദു ഈ പറയുന്നത്? എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. ആദർശേട്ടന്റെ 7 അയലത്ത് എത്താൻ പോലും എനിക്ക് പറ്റില്ല എന്ന് അനി തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ശത്രുക്കൾ ഇത് മുതലെടുക്കുമെന്ന പേടി നന്ദു പങ്കുവച്ചു. ആരോ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നും അവരെ കണ്ടെത്തണമെന്നും അനി പറഞ്ഞു. കമ്പനിക്ക് ചെറിയൊരു തകർച്ച പോലും മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ടാണ് ആദർശേട്ടൻ മാറിയതെന്നും അവൻ നന്ദുവിനോട് വിശദീകരിച്ചു. അനി MD ആയി കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് താഴെ ഇറങ്ങേണ്ടി വരുമെന്നും അവൻ തമാശയോടെയും വിഷമത്തോടെയും കൂടെ പറയാണ്. പക്ഷേ കമ്പനി തകരാതിരിക്കാൻ തന്നാലായത് ചെയ്യണമെന്നു നന്ദു ഉറപ്പു നൽകി. ഇതിനിടയിൽ അവന്തിക മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെല്ലാണ്. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ മുത്തശ്ശനെ ആശ്വസിപ്പിക്കാൻ നോക്കി. ഇത്രയും വലിയൊരു തകർച്ച ആരും പ്രതീക്ഷിച്ചതല്ല മുത്തശ്ശ. ആദർശേട്ടന് എന്ത് പറ്റിയോ എന്തോ, അത്രയും വലിയൊരു ഡീല് നടക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ മുത്തശ്ശൻ അസ്വസ്ഥനായി പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. ആദർശേട്ടൻ രാജിവെക്കേണ്ടിയിരുന്നല്ല എന്നും അദ്ദേഹത്തോളം കഴിവുള്ളവർ വേറെ ആരുമില്ല എന്ന് അവന്തിക കപടമായി പറഞ്ഞു. എന്നാൽ മുത്തശ്ശന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അവൻ ആ സ്ഥാനത്തിരിക്കാൻ ഇനി യോഗ്യനല്ല. അടുത്ത MD ആരായാലും വേണ്ടില്ല, അയാൾക്ക് കാര്യപ്രാപ്തി വേണം. അതിൽ കമ്പനിക്ക് അകത്തുള്ളവരോ പുറത്തുള്ളവരോ ആരോ ആവട്ടെ എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയാണ്. അവന്തിക വീണ്ടും മുത്തശ്ശനെ പേടിപ്പിക്കാൻ നോക്കി. പുതിയ MD വന്നാലും കമ്പനിയിലെ പഴയ MD പോലെയാവുമോ? ഗ്രൂപ്പുകാർ വലിയ ശക്തിയുള്ളവരാണ്, അവരോട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അവൾ പറഞ്ഞു. മുത്തശ്ശൻ പക്ഷേ ഇപ്പോൾ ആ തകർച്ച മാറ്റുക എന്നത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അവന്തിക പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ഇതിലും വലിയ തകർച്ചയാണ് വരാൻ പോകുന്നത് എന്ന്. എന്റെ അച്ഛനെ ഇവിടെ നിന്നും ഇറക്കിവിട്ടത് അതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അതൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. ഈ അവന്തിക ആരാണെന്ന് ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ആദർശനെയും നയനയായിരിക്കും. പുറത്തേക്ക് പോയ ആദർശവും നയനയും തമ്മിൽ ഗൗരവമായ ചില കാര്യങ്ങൾ സംസാരിച്ചു. നയനെ, എനിക്കിവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ല. എന്നെയും കുടുംബത്തെയും തകർക്കാൻ നോക്കിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് ആദർശ് പറയാണ്. മുംബൈയിൽ വെച്ചാണ് എല്ലാം സംഭവിച്ചത്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണമെന്നും തന്നെ ഉറക്കിക്കിടത്തി ആ ഡീൽ തട്ടിയെടുക്കാൻ നോക്കിയ ആ പെണ്ണിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയണമെന്നും ആദർശ് പറഞ്ഞ് വാശി പിടിച്ചു. നയന അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തശ്ശന്റെ വാക്കുകൾ ആദർശിനെ അത്രക്കും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശൻ ഇന്നേ വരെ എന്നെ അടിച്ചിട്ടില്ല, അത്രമാത്രം എന്നെ സ്നേഹിച്ചതാണ്. ഞാൻ കഴിവുള്ളവനാണെന്ന് കരുതിയിട്ടാണ് അച്ഛനെയും കൊച്ചച്ഛനെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ആ സ്ഥാനം തന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മുത്തശ്ശന് എന്നിലുള്ള വിശ്വാസമെല്ലാം പോയി. അതെനിക്ക് തെളിയിക്കണം, ആദർശ് വികാരധീരനായിക്കൊണ്ട് പറഞ്ഞു. കമ്പനി കൂടുതൽ തകർച്ചയിലേക്ക് പോയാൽ കുടുംബം തന്നെ ഇല്ലാതാകുമെന്ന് ആദർശ് ഭയപ്പെട്ടു. നീ എൻ്റെ കൂടെ നിൽക്കണം നയനെ, ഞാൻ കുറച്ചു ദിവസം മാറി നിൽക്കാൻ പോവാണ്. സത്യങ്ങളെല്ലാം എനിക്ക് കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. നയന ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് കൂടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആദർശ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നയനക്ക് വലിയ വിഷമമായെങ്കിലും മുത്തശ്ശൻ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് അവൾക്കും തോന്നി. ആരോ ചതിച്ചതാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അതേസമയം അഭിയും നവ്യയും ജലജയും തങ്ങളുടെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി.
അനന്തപുരിക്കാർക്ക് കിട്ടിയ അടിയിൽ അവർ അത്രമാത്രം ഹാപ്പിയായിരുന്നു. അബി, നീ എത്രയും പെട്ടെന്ന് തന്നെ മറ്റേ ജ്വല്ലറിയിലേക്ക് പോവാൻ നോക്ക്. നിനക്ക് അവിടെ എന്തായാലും ഒരു സീറ്റ് കിട്ടുമെന്ന് ജലജ പറഞ്ഞു. ആ ആദർശത്തെ അത് തന്നെ വേണം. ദൈവങ്ങൾ പോലും അവനെ കൈവിട്ടു എന്ന് നവ്യ പരിഹസിച്ചു പറയാണ്. തന്നെ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട മുത്തശ്ശന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ ആദർശ് കസേര ഒഴിഞ്ഞത് പേടിച്ചിട്ടാണെന്നും ഇനി അനി വന്ന കമ്പനി തകരുമെന്നും അവരുറപ്പിച്ചു. അഹങ്കാരികൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നും നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ മൂന്നുപേരും സന്തോഷത്തോടുകൂടി ചിരിക്കാണ്. അങ്ങനെ ആദർശ് മുംബൈയിലേക്ക് പുറപ്പെടുമ്പോൾ നയനയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. തന്നെ തനിച്ചാക്കി പോകുന്നതിനേക്കാൾ തനിക്കു ചുറ്റും ശത്രുക്കൾ വല വിരിച്ചിരിക്കുന്ന ആ ഒരു തിരിച്ചറിവ് അവളെ വല്ലാതെ അലട്ടി. മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിൽ ഗ്രീന എന്ന ആ ഒരു നിഗൂഢ പെൺകുട്ടിയെ തേടിയാണ് ആദർശ് അലയുന്നത്. തന്റെ പതനം ആഘോഷിച്ചവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ആ സത്യം കണ്ടെത്തിയേ മതിയാവൂ എന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ഒരു പഴയ CCTV ദൃശ്യത്തിൽ നിന്നും ആദർശിന് ഒരു നിർണായകമായ വിവരം ലഭിച്ചു. ഗ്രീനയെ നിയന്ത്രിക്കുന്നത് മുംബൈയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പൊന്നുമല്ല, മറിച്ച് കേരളത്തിലെ ആരോ ആണെന്ന സത്യം അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതേ സമയം അനന്തപുരി തറവാട്ടിൽ അധികാര വടംവലികൾ മുറുകി. മുത്തശ്ശന്റെ നിർബന്ധത്തിന് വഴങ്ങി അനി MD സ്ഥാനം ഏറ്റെടുത്തു. എന്നാൽ അനിക്ക് ബിസിനസ് കാര്യങ്ങൾ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ഇതൊരു അവസരമായി കണ്ട അബി പുറത്തുനിന്ന് കമ്പനിയെ തകർക്കാൻ വേണ്ടിയിട്ട് പുതിയ പ്ലാനുകളെല്ലാം മെനഞ്ഞു. ജലജയും നവ്യയും ചേർന്നുകൊണ്ട് തന്നെ നയനെ മാനസികമായി തളർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മുത്തശ്ശന്റെ കണ്ണു വെട്ടിച്ച് നയന രഹസ്യമായി ആദർശിനെ സഹായിച്ചുകൊണ്ടിരുന്നു. നന്ദുവിന്റെ സഹായത്തോടു കൂടി തന്നെ കമ്പനിയുടെ അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ വൻതോതിലുള്ള ക്രമക്കേടുകളെല്ലാം തന്നെ നയന കണ്ടെത്തി കഴിഞ്ഞു. മുംബൈയിൽ വെച്ച് ആദർശ് ഒടുവിൽ ഗ്രീനെ ഒരു ചെറിയ താവളത്തിൽ വെച്ച് പിടികൂടി. ഭീഷണിപ്പെടുത്തിയും അനുനയിപ്പിച്ചും സംസാരിച്ചപ്പോൾ അവൾ ആ ഒരു സത്യം വെളിപ്പെടുത്തി. തനിക്ക് പണം നൽകിയത് ആദർശിന്റെ കുടുംബത്തിൽ തന്നെ ഒരാളാണെന്ന് അവൾ പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ ആദർശ് ഒരു നിമിഷം അങ്ങ് തകർന്നുപോയി. അത് മറ്റാരുമല്ല, ഇത്രയും കാലം അവരെല്ലാം വിശ്വസിച്ച് അഭിനയിച്ചുകൊണ്ട് കൂടെ നിന്ന അവന്തികയുടെ അച്ഛനായിരുന്നു. അവന്തികയുടെ അച്ഛൻ AN ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. പുറത്താക്കപ്പെട്ടവന്റെ പക വീട്ടാൻ വേണ്ടിയിട്ട് അയാൾ സ്വന്തം കുടുംബത്തിന്റെ അടിത്തറ തോണ്ടുകയായിരുന്നു. ആദർശ് തറവാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഒരു അഗ്നിപർവ്വതം പോലെയാണ്. എല്ലാവരും കൂടിയിരുന്ന ആ ഒരു വൈകുന്നേരം ആദർശ് മുത്തശ്ശന്റെ മുന്നിലേക്ക് ആ ഒരു തെളിവുകളെല്ലാം നിരത്തി. ഗ്രീനയുടെ മൊഴിയും ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും കണ്ട് മുത്തശ്ശൻ ആകെ വിറച്ചുപോയി. അവന്തികയും അവളുടെ അച്ഛനും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവിടെ വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. തന്റെ കഴിവുകേടല്ല, മറിച്ച് ചതിയായിരുന്നു കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ആദർശ് തെളിയിച്ചു. ഒടുവിൽ മുത്തശ്ശൻ തന്റെ തെറ്റ് തിരുത്തി ആദർശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. അനി സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു MD സ്ഥാനം നേരെ ആദർശിന് തിരികെ നൽകി. ചതിയന്മാർ തറവാട്ടിൽ നിന്നും പടിയിറക്കപ്പെട്ടു. നയനയുടെ അരികിലേക്ക് ആദർശ് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം വിരിയുകയായിരുന്നു. മൂർത്തി ജ്വല്ലറി പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഉണ്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം. ബൈ.